ഹായ് നമസ്കാരം, എൻ്റെ പേര് മായാവി, കൊല്ലംകാരിയാണ്. കൊല്ലം കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം എന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. എന്നാലും ആ ഒരു പഴഞ്ചൊല്ലിനോട് 98% നീതി പുലർത്തുന്ന ഒരപ്പന എൻ്റേത്. വേറെ ഒന്നും കൊണ്ടല്ല, വീടിൻ്റെ ആധാരം പ്രമാണമൊക്കെ ബാങ്കിലായതുകൊണ്ട് ഇല്ലത്തിൻ്റെ കാര്യം ഏറെക്കുറെയൊക്കെ തീരുമാനത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ ഇല്ലായ്മയുടെ കാര്യം പറയാൻ വന്നതല്ല. എൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്നാണെന്നറിയോ? എൻ്റെ പേരാണ് പ്രശ്നം. മായാവി ഈ എന്നുള്ള എൻഷലാന്ന് അറിഞ്ഞാലും ചിലരെന്നെ കാണുമ്പോൾ മായാവിയെ ഇങ്ങനെ വിളിച്ച് കളിയാക്കല. നേരത്തേക്ക് എനിക്കിത് കേൾക്കുമ്പോൾ ദേഷ്യമായിരുന്നു. ഇപ്പൊ എന്തോ എനിക്ക് ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ബാക്ക് ബെഞ്ചിലായിരുന്നു. ടീച്ചർ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. പൊതുവെ ഫ്രണ്ട് ബെഞ്ചിൽ പഠിക്കണവരാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും 4 ലക്ഷം പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ടിരുത്തിയതാ. അന്ന് മുതൽ ക്ലാസ് കയറുന്ന എല്ലാ ടീച്ചർമാരും എന്നെ കാണുമ്പോൾ വെറുതെ അമ്പലമണി കൊട്ടണല്ലോ ഒന്ന് കൊട്ടും. എൻ്റെ ഇപ്പുറത്തൊരു തിരിപ്പുണ്ട്, നന്നായിട്ട് പഠിക്കണം, അഞ്ജലി എന്ന പേര്. അവളെ ടീച്ചർമാർ നുള്ളിപ്പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, എങ്ങനെയെങ്കിലും ഇവളോടൊരു കമ്പനിയൊക്കെ കൂടി പഠിച്ച് കുറച്ച് A+ ഒക്കെ വാരി കൂട്ടാന്ന്. അത് ഏറെക്കുറെയൊക്കെ വർക്കൗട്ടായി. ഞങ്ങൾ കട്ട ഫ്രണ്ട്സായി. ഇതറിഞ്ഞ ക്ലാസ്സിലെ പിള്ളേർ ഇവക്കൊരു പേരും കൊടുത്തു, ഡാക്കിനി. എൻ്റെ കൂടെയാണല്ലോ നടപ്പ്. അന്ന് മുതൽ അവൾക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ശത്രുതയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് വെള്ളം കുടിക്കുകയാണേ. ഞാൻ വെറുതെ ഇത്തിരി വെള്ളം ചോദിച്ചു. ഇവള് തരുമോ? ശത്രുവല്ലേ. ഞാൻ വെറുതെ ഇതിലൊന്ന് ഒരു തട്ട് കേട്ട് കുപ്പിയിൽ. ഇതെങ്ങനെയോ തന്നെ തെറിച്ച് മൂക്കിൽ എവിടെയോ കയറിയിട്ട് ചോരയൊക്കെ വന്നു. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ അവളുടെ അച്ഛനും കൊച്ചച്ഛനും കുഞ്ഞമ്മേ എന്തിനേറെ പറയുന്നു, അവളുടെ കുഴിമാടത്തിൽ കിടക്കുന്ന അപ്പൂപ്പൻ വരെ കൂടുതൂണി എറിഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ട് വന്നേക്കോ. എന്നാ കാര്യം? ഞാൻ വരെ മോളെ ആക്രമിച്ചെന്നു. അങ്ങനെ എനിക്ക് വേറൊരു പേരൂടെ വീണു, ഗുണ്ടമായാവിന്ന്. പിന്നെ ഞങ്ങൾ എന്നെ ഭയങ്കര ശത്രുതയിലായി. പിന്നെ ഒരു ഞാൻ ക്ലാസ്സിൽ പോകാൻ മടിയാണ്. ക്ലാസ്സിലൊന്നും പോകാൻ മടി പിടിച്ചിരിക്കുമ്പോൾ ഇവള് ചിരിച്ചോണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരുവാ. ഞാൻ വെച്ചിന് വീട് കയറി ആക്രമിക്കാനെങ്ങാണാണോ. വന്ന പാടെ ഇവള് പറഞ്ഞു, എടി നീ അറിഞ്ഞില്ലേ സ്കൂളിൽ സിനിമ ഇടുന്നുണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കരുതി സിനിമയെന്ന് കേട്ടപ്പോൾ ഞാൻ വേഗം എടുത്ത് ഇവളുടെ കൂടെ വെച്ച് പിടിച്ചു. ക്ലാസ്സിൽ ചെന്നപ്പോഴായിരുന്നു ഹിന്ദിയുടെ ടെസ്റ്റ് പേപ്പറാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ലോ. ഒരുമാതിരി അഴയിൽ കുറേ തുണി നൂത്തിട്ട പോലെ കുറച്ച് അക്ഷരങ്ങൾ. ഹിന്ദി സാർ എന്നെ നോക്കിയിട്ട് ചിരി. വല്ലപ്പോഴും അല്ലേ എന്നെ കാണാറുള്ളൂ. പുള്ളി ഞങ്ങൾ ഷാരൂഖ് ഖാൻ എന്നാണ് വിളിക്കുന്നത്, ഹിന്ദിയാണല്ലോ പഠിപ്പിക്കണേ. ഞാൻ സാറിനെ നോക്കി ചിരിച്ചിട്ട് പതുക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മേടിച്ചു. അഞ്ജലി ഒന്ന് കൽപ്പിച്ച് നോക്കിയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനും അഴയിൽ തുണി അങ്ങ് വിരിച്ചിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ട്വിസ്റ്റ് അങ്ങ് ചെയ്തു. ഞാൻ എൻ്റെ പേരെഴുതാതെ മാലിനി എന്നൊരു പേരെഴുതി പേപ്പർ മടക്കി അങ്ങ് സാറിൻ്റെ കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് പേപ്പറും കൊണ്ട് വരുവാ. എന്നിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുത്തു. അവശേഷിക്കുന്നൊരു പേപ്പർ എടുത്തിട്ട് സാറ് പറഞ്ഞു, ഇന്നത്തെ ടെസ്റ്റ് പേപ്പറിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മാലിനിക്കാന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ ഒരു ഉൾപ്പുളകം. ഞാൻ വെച്ച് എഴുന്നേറ്റ് കുറ്റസമ്മതം നടത്തിയാലോ. അവസാനം ഞാൻ എഴുന്നേറ്റ് കുമ്പസാരം നടത്തി. സാറേ ഞാനാ മാലിനി, സാറ് വിശ്വസിക്കുമോ? സാറ് മാത്രമല്ല ആ ക്ലാസ്സിൽ ഒറ്റ ഒരെണ്ണം വിശ്വസിക്കണില്ല. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പേരെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. സാറ് പതിയെ എന്നെ വിളിച്ചു അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയത് വെച്ച് ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഇതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു എനിക്കൊരു പുളകം ഉണ്ടായി. ഞാൻ സന്തോഷമായിട്ട് സാറിനെ നോക്കി. സാർ ആ പേപ്പർ എടുത്ത് എല്ലാവരും ഒന്ന് കാണിച്ചു. ഒരു മിന്നായം പോലെ ഞാനും കണ്ടു, 0+0. പിന്നെ അറിയാലോ ക്ലാസ്സിൽ നടന്നത്. പിന്നെ എല്ലാവരും ചമ്മി നാണക്കേടായി നാറി. പിന്നെ എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുറേ വർഷം കഴിഞ്ഞിടയ്ക്കേ നമ്മുടെ ഷാരൂഖ് ഖാനെ ഞാൻ പിന്നെയും കണ്ടേ. സാറെന്നെ മായാവി നീ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കണേന്ന് ചോദിച്ചു. ഞാനോ? സാറേ ഞാൻ ടീച്ചറൊന്നും അല്ലാന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ, നിന്റെ അന്നത്തെ ഹിന്ദി മാർക്ക് വെച്ച് നീ വല്ല ഹിന്ദി വിദ്വാനാവേണ്ടതാണല്ലോ എന്ന് എനിക്കിട്ടൊന്ന് കൊട്ടിയേക്കുക. ഞാൻ ചോദിച്ചു, സാറേ കുറേ വർഷമല്ലേ നമ്മൾ കണ്ടിട്ട്, സാറെന്താ സാർ ഇപ്പോഴും എന്നെ മറക്കാത്ത? അതിനെന്നെ പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? നിന്റെ പേര് തന്നെയാ മായാവി. അത് കേട്ടപ്പം എനിക്ക് കുറേ സന്തോഷമൊക്കെ തോന്നി. ഇപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ പേരിനോടൊരു കൂടുതൽ ഇഷ്ടമാണേ, മായാവിന്ന്.